പുതുമോടികൾ അണിയുന്ന പൂക്കോട്ടുംപാടത്തിന് സുവർണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ്. മാരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, പൂക്കോട്ടുംപാടം. ഫോൺ 9048460916. പുള്ളിപ്പാടം വില്ലേജ് പരിധിയിൽ ഒരേ ഭൂമിക്ക് നിരവധി പട്ടയങ്ങളുണ്ടെന്ന ആരോപണവുമായി മലപ്പുറം സ്വദേശി കുമ്മാളി ഹരിദാസൻ രംഗത്ത്. സംഭവത്തിൽ ജില്ലാ കളക്ടർ, നിലമ്പൂർ തഹസിൽദാർ, റവന്യൂ വിജിലൻസ് എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും ഹരിദാസൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പുള്ളിപ്പാടം വില്ലേജിൽ 1/1 സർവേ നമ്പറിൽപ്പെട്ടതും ചാലിയാർ പഞ്ചായത്തിലെ 1-ാം വാർഡിൽ ഉൾപ്പെട്ട ഭാഗത്തുമുള്ള 7 ഏക്കർ സ്ഥലത്തിന് നിലവിൽ 4 പട്ടയങ്ങളാണുള്ളത്. അതിനാൽ തന്നെ ഈ ഭൂമി യഥാർത്ഥത്തിൽ ആരുടേതെന്ന് വ്യക്തമല്ല. 1182 നമ്പർ ആധാരത്തിൽ 106 ഏക്കർ സ്ഥലമുണ്ടെങ്കിലും നിലവിൽ 41.87 ഏക്കറിന് മാത്രമാണ് ആധാരമുള്ളത്. അതിനാൽ അടിയന്തരമായി ഈ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി യഥാർത്ഥ ഭൂവുടമകൾ ആരെന്ന് റവന്യൂ വകുപ്പ് കണ്ടെത്തണം. മൈക്കിൾ കുരുവിളയുടെ കയ്യിൽ നിന്നും 7 ഏക്കർ സ്ഥലം താൻ വിലയ്ക്ക് വാങ്ങി അഡ്വാൻസായി 10 ലക്ഷം രൂപയും നൽകി. ഇതിനിടയിൽ ഭൂമിയുടെ അവകാശവുമായി ഫ്രാൻസിസ് അഗസ്റ്റിൻ രംഗത്ത് വന്നു. പിന്നീട് ബോബി ഓണാട്ട്, ബോണി ഓണാട്ട് എന്നിവരും ഈ ഭൂമിയുടെ പട്ടയവുമായി പുള്ളിപ്പാടം വില്ലേജ് ഓഫീസിലെത്തി. 1997 പട്ടയവുമായാണ് ഇവർ എത്തിയത്. ഇവരുടെ പട്ടയത്തിൽ അതിർത്തി പറയുന്ന വ്യക്തിക്ക് ഇവിടെ സ്ഥലത്തിന് പട്ടയം ലഭിച്ചത് 2008-ലാണ്. ഇത് പരിശോധിച്ചാൽ തന്നെ ഈ പട്ടയങ്ങൾ സംശയനിഴലിലാണ്. വർഷങ്ങളായി നികുതി അടയ്ക്കാത്ത ഭൂമിയായതിനാൽ വില്ലേജ് അധികൃതർ നികുതി സ്വീകരിച്ചിട്ടില്ലെന്നും ഹരിദാസ് പറഞ്ഞു. അവരുടെ ആധാരവും നികുതി ചീട്ടൊക്കെ ആയിട്ട് വന്നു പറഞ്ഞു, ഞങ്ങളുടെയാണ് സ്ഥലം, അതിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്നോട് പറഞ്ഞു, അങ്ങോട്ടൊന്നാൽ കയറണ്ട, ഞാൻ വേറെ സ്ഥലം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 10 ഏക്കർ സ്ഥലം സെൻറ്റിന് 16,000 രൂപയായിട്ട് 1,60,00,000 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് ഞാൻ അഡ്വാൻസ് കൊടുത്തിരുന്നു. ആ അഡ്വാൻസിൽ നിൽക്കുകയാണ്. ആ സ്ഥലത്തിന് ഫ്രാൻസിസ് അഗസ്റ്റിൻ എന്ന് പറയുന്ന ആൾ ഒരു അദ്ദേഹത്തിൻ്റെ പട്ടയമായിട്ട് വന്നു. ആ പട്ടയമാണ് ഇത്. ഈ പട്ടയമാണത്, ഫ്രാൻസിസ് അഗസ്റ്റിൻ്റെ പട്ടയമാണ്. ഈ പട്ടയപ്രകാരം അതിൽ കൃഷി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും എൻ്റെ ഒരുപാട് പൈസ പോയി. ഒരു 10 ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഫ്രാൻസിസ് അഗസ്റ്റിൻ എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അവർ പറഞ്ഞ വിലയ്ക്ക് ഞാൻ നിങ്ങൾക്ക് അഗ്രിമെൻ്റ് ചെയ്തു തരാം, നിങ്ങൾ കൃഷി ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനതിൽ വാഴ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും വാഴ കൃഷി ചെയ്യുന്നുണ്ട്. ഏതാണ്ട് ഒരു വർഷത്തോളമായി കൃഷി ചെയ്യുന്നുണ്ട്. ഈ ഫ്രാൻസിസ് അഗസ്റ്റിൻ്റെ പട്ടയത്തിൻ്റെ കോപ്പിയാണിത് കയ്യിലുള്ളത്. ഈ ഫ്രാൻസിസ് അഗസ്റ്റിൻ എന്നെയായിട്ട് ഒരു അഗ്രിമെൻ്റ് എഴുതി, എൻ്റെ ഒരു വീടുമായിട്ട് മാറാമെന്ന് പറഞ്ഞൊരു അഗ്രിമെൻ്റ് എഴുതിയിട്ടുണ്ട്. ആ അഗ്രിമെൻറ്റിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്, ഇത് കാണിച്ചു തരാം. അതിനുശേഷം ആണ് ഇവർ ഇപ്പോൾ അടുത്ത സമയത്തായിട്ട് വേറെ 2 പേര് വീണ്ടും വന്നിട്ടുണ്ട്. ഓണാട്ട് ബോബി, ഓണാട്ട് ബോണി, ഇങ്ങനെ 2 പേര് ഈ പറമ്പിൽ വന്നിട്ട് വില്ലേജ് ഓഫീസറെ കൊണ്ടുവന്നപ്പോഴാണ് എന്നോട് വിളിച്ചു വിവരം പറഞ്ഞത്. ഓണാട്ട് ബോണി, ഒന്ന് ഓണാട്ട് ബോബി, ഇവർ 2 പേരും 2 പട്ടയം, ഒന്ന് 9 ഏക്കറയും ഒന്ന് 9.5 ഏക്കറയും 2 പട്ടയങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടെ വില്ലേജ് ഓഫീസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. വില്ലേജിൽ വെച്ചിട്ടാണ് ഇങ്ങനെ കൊടുത്തതായിട്ട് ഞാൻ അറിയുന്നത്. അപ്പോൾ പുതിയ പട്ടയങ്ങൾ വന്നുകൊണ്ടിരിക്കുക. എനിക്ക് വിറ്റ ഭൂമിയാണിത്. ആദ്യം മറ്റേ ആൾ വിറ്റു, പിന്നീടാണ് യഥാർത്ഥ ഉടമസ്ഥൻ എന്ന് പറഞ്ഞ ഫ്രാൻസിസ് അഗസ്റ്റിൻ വിൽക്കുന്നത്. ഇപ്പോൾ ആ ലാൻഡിൽ തന്നെ വീണ്ടും 2 പട്ടയങ്ങൾ വന്നിട്ടുണ്ട്. എൻ്റെ ലാൻഡിൽ മാത്രമല്ല, തൊട്ടടുത്ത പട്ടയങ്ങളിലും ഇവർ കയറിയിട്ട് 10-18 ഏക്കറോളം സ്ഥലം ക്ലെയിം ചെയ്യുന്നുണ്ട്. മഞ്ചേരി ലാൻഡ് ട്രിബ്യൂണലിൽ നിന്നാണ് പട്ടയങ്ങൾ ലഭിച്ചിട്ടുള്ളതെന്ന് താൻ വിവരാവകാശ പ്രകാരം നൽകിയ ചോദ്യങ്ങൾക്ക് മറുപടിയായി ലഭിച്ച വിവരാവകാശ രേഖയിൽ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. താൻ മാത്രമല്ല മറ്റ് പലരും സ്ഥലം വാങ്ങി കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പട്ടയങ്ങൾ ഏത് മാർഗത്തിലൂടെ ചട്ടവിരുദ്ധവും ക്രമവിരുദ്ധവുമായി കൈവശപ്പെടുത്തി എന്നതിൽ അന്വേഷണം വരും. പട്ടയങ്ങൾ ഏത് മാർഗത്തിലൂടെ ചട്ടവിരുദ്ധവും ക്രമവിരുദ്ധവുമായി കൈവശപ്പെടുത്തിയെന്നതിൽ അന്വേഷണം വേണം. പുള്ളിപ്പാടം വില്ലേജ് പരിധിയിൽ ചട്ടവിരുദ്ധമായും ക്രമലംഘനം നടത്തിയും സ്വന്തമാക്കിയിട്ടുള്ള മുഴുവൻ പട്ടയങ്ങൾ സംബന്ധിച്ചും പരിശോധന നടത്തണം. റവന്യൂ വകുപ്പിന്റെ വീഴ്ച ഇതിൽ വ്യക്തമാണ്. അതിനാൽ തന്നെ റവന്യൂ വിജിലൻസിന് പുറമെ പോലീസ് വിജിലൻസിനും പരാതി നൽകും. ഭൂമിയുടെ സുതാര്യത ഉറപ്പാക്കാൻ കോടതിയെ സമീപിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നും ഹരിദാസൻ പറഞ്ഞു. പട്ടയത്തിലും ഇതുപോലെ അവർ കേസ് കൊടുത്തു, വേറെ പട്ടയം കൊണ്ടുവന്ന് കേസ് കൊടുത്തിരുന്നു. അവരുടെ സ്വന്തം പറമ്പിൽ, അതായത് 42 ഏക്കറയാണ് അവർക്കുള്ളത്, ഈ പട്ടയക്കാരുടെ കൂടെയുള്ള ആൾക്കുള്ളത്. ഈ 42 ഏക്കറയും ലാൻഡ് ബോർഡിൽ നിന്ന് ഫോറസ്റ്റിൽ വെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉത്തരവ് കൊടുത്തിട്ടുണ്ട്.
ഫോറസ്റ്റ് ആ ഭൂമി വെസ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവരുടെ സ്വാധീനം കൊണ്ടായിരിക്കാം. അപ്പോൾ അത് വെസ്റ്റ് ചെയ്തിട്ടില്ല. രണ്ടാമത് 42 ഏക്കർ ഭൂമിയും ലാൻഡ് സീലിംഗ് ആക്റ്റിൽ വരുന്നില്ല, പ്ലാന്റേഷൻ ആക്റ്റിൽ വരുന്നില്ല. ഒക്കെ ചട്ടവിരുദ്ധമായിട്ടാണ് അവിടെ നടന്നിട്ടുള്ളത്. അവരുടെ സ്ഥലത്ത് പോലും ഇതുപോലെ പട്ടയങ്ങൾ പുതുതായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ പുള്ളിപ്പാടം വില്ലേജിനെ സംബന്ധിച്ചിടത്തോളം ഈ 9-ാം ബ്ലോക്ക്, 10-ാം ബ്ലോക്ക്, 14-ാം ബ്ലോക്കിലൊക്കെ ഇതുപോലെ പട്ടയങ്ങൾ ധാരാളം വരുന്നുണ്ട്. ആ പട്ടയങ്ങളൊന്നും നിയമസാധൂകരണം ഇല്ലാത്ത പട്ടയങ്ങളാണ്. അതേപോലെ തന്നെ ചട്ടവിരുദ്ധമാണ്, സത്യസന്ധമായിട്ടുള്ള സ്വാധീനം വെച്ചുണ്ടാക്കുന്നതാണ്. അതിന് സാധൂകരണമില്ല. ഈ പട്ടയങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണം. ഇത് എൻ്റെ മാത്രം പ്രശ്നമല്ല, അവിടെയുള്ള പല ഭൂമിയിലും ഇതുപോലെയുള്ള പട്ടയങ്ങൾ, അത് ഗവൺമെൻറ് കൊടുക്കുന്ന പട്ടയമാണ്. അതുകൊണ്ട് ഞാൻ വ്യാജമെന്ന് പറയുന്നില്ല. പക്ഷേ ഇത് ചട്ടവിരുദ്ധമായിട്ടും പിന്നെ ക്രമപ്രകാരവും അല്ലാതെ ഉണ്ടാക്കിയിട്ടുള്ള പട്ടയമാണ്. രണ്ട്, ഈ പട്ടയം കൊടുക്കുമ്പോൾ തൊട്ടടുത്തുള്ളവരൊന്നും അറിയുന്നില്ല, പട്ടയത്തിൻ്റെ അതിർത്തിയുള്ളവരൊന്നും അറിയുന്നില്ല. പട്ടയം അവരുടെ സ്വാധീനം വെച്ചിട്ടുണ്ടാക്കുന്ന. അപ്പോൾ ഇതിൽ മാത്രം നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മറ്റ് ഒരുപാട് പട്ടയങ്ങൾ അവിടെ ഇങ്ങനെ പ്രശ്നങ്ങളായിട്ട് വരുന്നുണ്ട്. ഈ വിവരം ഇതിലെ എല്ലാ രേഖയും ഇവിടെയുണ്ട്. എല്ലാ രേഖയും പരിശോധിക്കാവുന്നതാണ്. അതിന് വേണ്ട നടപടിയെടുക്കാൻ റവന്യൂ ഇതിൻ്റെ പുറകിൽ കളിക്കുന്നത് എന്തായാലും ചട്ടവിരുദ്ധമായിട്ട് ഇത് കൊടുക്കുന്നത് റവന്യൂവിൻ്റെ ആൾക്കാരായതുകൊണ്ട് റവന്യൂ ഇൻ്റലിജൻസ് മുമ്പൊക്കെ അതിൽ. അതേസമയം ഒരേ സ്ഥലത്തിന്റെ പേരിൽ ഒന്നിൽ കൂടുതൽ അവകാശി രംഗത്ത് വന്ന സാഹചര്യത്തിൽ സ്ഥലം അളന്നു തിരിച്ച് സ്ഥലമുടമയെ ഉറപ്പുവരുത്തിയ ശേഷമേ നികുതി സ്വീകരിക്കുമെന്നും പുള്ളിപ്പാടം വില്ലേജ് ഓഫീസർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.